السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. വിശ്വാസികൾ പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ട 6 കടപ്പാടുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രോഗം വന്നാൽ സന്ദർശിക്കുക എന്നത്. പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഇബാദത്താണ്. ആരെങ്കിലും അതിൽ വലിയ ശ്രദ്ധ പുലർത്താതിരുന്നാൽ ഒരുപക്ഷെ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യാൻ അതൊരു കാരണമാകും. തൗബാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഉൽ മുസ്ലിമ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്നതി ഹത്താ യർജിഅ. റവാഹുൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്നൽ മുസ്ലിമ, തീർച്ചയായിട്ടും ഒരു മുസ്ലിം, ഇദാ ആദ അഖാഉൽ മുസ്ലിമ, തൻ്റെ മുസ്ലിമായ ഒരു സഹോദരൻ്റെ രോഗസന്ദർശനത്തിന് പുറപ്പെട്ടാൽ ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്നതി ഹത്താ യർജിഅ, ആ രോഗിയെ സന്ദർശിച്ച് അവൻ മടങ്ങിയെത്തുന്നത് വരെ അവൻ സ്വർഗീയ പഴങ്ങൾ പറിക്കുന്നവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിക്ക ദിവസങ്ങളിലും അസ്ർ ജമാഅത്തിന് ശേഷം രോഗികളെ സന്ദർശിക്കുക എന്നത് തിരുനബിയുടെ ഒരു പതിവായിരുന്നു. രോഗികളെ സന്ദർശിക്കുന്നതിലൂടെ നമ്മുടെ സൗഹൃദങ്ങൾ കൂടുതൽ ശക്തിപ്പെടാനും നാളെ പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കാനും സ്വർഗം ലഭിക്കാനും അതൊരു കാരണമാകും എന്ന് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രോഗികളെ സന്ദർശിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രീതിയും ദീനിയായിട്ടുള്ള നന്മയും മാത്രം നമ്മൾ ലക്ഷ്യം വെക്കണം. രോഗികളെ ഭീതിപ്പെടുത്തുന്ന സംസാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അവർക്ക് ആത്മധൈര്യം നൽകുന്ന വാക്കുകൾ നമ്മൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗികളോട് ലാ ബഅസ തുഹൂറുൻ ഇൻഷാ അല്ലാഹ്, സാരമില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളെ ശുദ്ധീകരിക്കും, ഇങ്ങനെ നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇതുപോലെയോ ഇതിന് സമാനമോ ആയിട്ടുള്ള നല്ല വാക്കുകൾ നമ്മൾ പറയണം. രോഗശമനത്തിന് വേണ്ടി ഇഖ്ലാസ്, മുആവിദതൈനി എന്നിവ ഓതി മന്ത്രിച്ചു കൊടുക്കണം. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതി അവിടുന്ന് മന്ത്രിച്ചു കൊടുക്കണം. അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അയ്യശ്ഫിയക് എന്ന് 7 തവണ മന്ത്രിച്ചൂതിയാൽ രോഗം സുഖപ്പെടും എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇങ്ങനെ മന്ത്രിച്ചൂതിയാൽ ഈ രോഗം കാരണം മരണം കണക്കാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗം അത് സുഖപ്പെടുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സാന്നിധ്യം ആ രോഗിക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അവിടെ ചെലവഴിക്കണം. നമ്മുടെ സന്ദർശനം അവർക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോരലാണ് ഏറ്റവും നല്ല മര്യാദ. ഇനി വീടുകളിലേക്കോ മറ്റു ഹോസ്പിറ്റലുകളിലേക്കോ ഒക്കെയാണ് രോഗികളെ സന്ദർശിക്കാൻ പോകുന്നത് എങ്കിൽ അവിടെ പാലിക്കേണ്ട നിയമങ്ങൾ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അമുസ്ലിമീങ്ങളായിട്ടുള്ള രോഗികളെ സന്ദർശിക്കുന്നതും വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അയൽവാസികളും സുഹൃത്തുക്കളുമാണെങ്കിൽ രോഗാവസ്ഥയിലെ ഒരു ആശ്വാസം, അവർക്ക് നൽകുന്ന ഉന്മേഷം അത് വളരെ ചെറുതായിരിക്കില്ല. സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കാനുള്ള ഒരു മികച്ച അവസരമാണത്. അതിലൂടെ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അല്ലാഹു തആല രോഗികളെ സന്ദർശിക്കാനും അവർക്ക് സമാധാനം നൽകാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അതിലൂടെ നാളെ സ്വർഗം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ചെറുതും വലുതുമായ മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.